ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് ഇപ്പോഴത്തെ വിഷയം. ശബരിമലയിലെ മുഴുവൻ സ്വർണവും കൊണ്ടുപോയത് ആരൊക്കെയാണ്? ചിലർ പറയുന്നു സോണിയാഗാന്ധി അറിയാതെ ഇറ്റലി വിട്ട് സ്വർണം മറ്റൊരിടത്തേക്ക് പോകില്ല എന്ന്. അടൂർ പ്രകാശ്, ആന്റണി, മരിച്ചുപോയ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അങ്ങനെ പലരും, കോൺഗ്രസിന്റെ പല നേതാക്കളും ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർക്ക് പിന്മാറാൻ കഴിയില്ല. അടൂർ പ്രകാശ് അടക്കം, UDF കൺവീനർ അടക്കം, പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റ് രണ്ടുപേരും ചേർന്ന് നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനം നിർവഹിച്ചത് അടൂർ പ്രകാശാണ്. അപ്പോൾ അടൂർ പ്രകാശിന് ഒരിക്കലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല എന്ന് പറയാൻ സാധിക്കില്ല. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, ഗോവർദ്ധനും, അതായത് സ്വർണ വ്യാപാരി ഗോവർദ്ധനും ഈ സോണിയാഗാന്ധിയെ കാണാൻ പോയിട്ടുണ്ട് എന്നതിന്റെ തെളിവ് പുറത്തു വരുന്നു. അതായത് ഈ ജയറാമും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും ഒക്കെ അടങ്ങുന്ന ഒരു പരിപാടിയുടെ ഒരു വീഡിയോ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. ആ വീഡിയോയിൽ ഗോവർദ്ധനെ ജയറാം പരിചയപ്പെടുത്തുന്നുണ്ട്. അതേ ഗോവർദ്ധൻ തന്നെയാണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ സമ്മാന പൊതിയുമായി നിൽക്കുന്ന കൂട്ടത്തിൽ ഉള്ളത്. അപ്പോ അതിന്റെ വീഡിയോ ജയറാം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ஐயப்பன் கொடுத்ததான் நம்புறேன். அது டூ உண்மையா இருக்கலாம், இல்லைன்னா டூ ஸ்மார்ட் கிரியேஷன்ஸா இருக்கலாம், இல்லைன்னா கோவர்தன் சாரா இருக்கலாம். அவர் மூலமா അപ്പോ അതല്ല ആദ്യത്തെ ചോദ്യം, ജയറാമിന് എന്താണ് ഈ കേസിലെ പങ്ക്? ജയറാമിന്റെ വീട്ടിൽ എങ്ങനെയാണ് ഈ അയ്യപ്പന്റെ ദ്വാരപാലക അല്ലെങ്കിൽ വിഗ്രഹപാളികൾ അടക്കമുള്ളത് എങ്ങനെയാണ് ജയറാമിന്റെ വീട്ടിലെത്തിയത്? ഇതൊരു ചോദ്യമല്ലേ? കാരണം കേരളത്തിൽ ഒരുപാട് സാംസ്കാരിക നായകന്മാരുണ്ട്, സിനിമാ നടന്മാരുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ആളുകളുണ്ട്, വിശ്വാസം മുറുകെ പിടിച്ച് നടക്കുന്ന ഒരുപാട് പേർ. ഇവരുടെ ആരുടെ വീട്ടിലും പോകാതെ പോകുന്ന വഴിക്ക് നമ്മൾ ഈ ഏതെങ്കിലും വഴിക്ക് പോകുമ്പോൾ തൊട്ടടുത്ത് ഒരു അമ്മാവന്റെ വീടുണ്ട്, എന്നാൽ അമ്മാവന്റെ വീട്ടിൽ കയറി ഒന്ന് വിശ്രമിച്ച് ഊണൊക്കെ കഴിച്ചിട്ട് വൈകിട്ട് യാത്ര തുടരാം എന്ന് ചിന്തിക്കുന്നത് പോലെ അയ്യപ്പന്റെ ദ്വാരപാലക അല്ലെങ്കിൽ പാളികളും വിഗ്രഹപാളികളും കൊണ്ടുപോകുന്ന വഴിക്ക് എന്നാ പിന്നെ ജയറാമിന്റെ വീടുണ്ട് ചെന്നൈയിൽ, ജയറാമിന്റെ വീട്ടിൽ കയറി ഒന്ന് പൂജിച്ചിട്ട്, കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ഇതും ഇല്ലാതെ കിടക്കുന്നവനാണല്ലോ, അതുകൊണ്ട് 150 രൂപ ദക്ഷിണയായി കാണിക്കുകയും കൊടുത്തു. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയറാമിന്റെ വീട്ടിൽ കയറുന്നു, ജയറാമിന്റെ വീട്ടിൽ കയറി അവിടെ പൂജിക്കുന്നു. അയ്യപ്പൻ എന്ന് പറയുന്നത് ബ്രഹ്മചര്യമുള്ള ഒരു ദേവനായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അങ്ങനെയുള്ള ഒരാളെ അങ്ങനെയുള്ള ഒരാളിന്റെ എല്ലാ വസ്തുക്കളും അതേതായ പവിത്രയിൽ വേണം നമ്മൾ കൊണ്ടുപോകാനും സൂക്ഷിക്കാനും. ഇവിടെ ജയറാമിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ജയറാം അവിടെ ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടുന്നെന്ന് പറയുന്നു. ജയറാം തന്നെ പങ്കെടുത്ത ഒരു പരിപാടിയിൽ, ഈ ചടങ്ങിന്റെ പരിപാടിയാണോ മറ്റു പരിപാടിയാണോ എന്നുള്ള കാര്യം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. എന്തായാലും ആ പരിപാടിയിൽ ഗോവർദ്ധൻ ഉണ്ട്. ജയറാം തന്നെ പറയാം, തൊട്ടടുത്ത് നിൽക്കുന്ന ഇത് ഉണ്ണി, ഗോവർദ്ധൻ, നിങ്ങൾ ആ വീഡിയോ കണ്ടല്ലോ. അപ്പൊ അത്രയും ഉണ്ണി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളെ അത്രയും അടുപ്പമുള്ള ഒരാളെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് നമുക്കൊരു പോറ്റി എന്ന് വിളിക്കും. നമ്മള് അത്രയും അടുപ്പമുള്ള ഒരാളെയാണ് നമ്മൾ ഉണ്ണി എന്നൊക്കെ വിളിക്കുന്നത്. അപ്പൊ സ്ഥിരമായി ശബരിമലയിൽ പോകുന്ന ഒരാളായിരിക്കാം. ഈ ശബരിമലയിലെ എത്തുന്ന ചില ആളുകളുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടുപ്പമുണ്ടായിരിക്കാം. അങ്ങനെയായിരിക്കാം അത്രയും അടുപ്പം ജയറാമുമായി ഉണ്ടായത്. ക്യാപ്സ്യൂളുകൾ പലതും പല വഴിക്ക്, ഇപ്പൊ CPM മാത്രമല്ല ക്യാപ്സ്യൂൾ ഇറക്കാൻ അറിയുന്നത്, കോൺഗ്രസിനും അറിയാം, സിനിമാ നടന്മാർക്കും അറിയാം, പല BJPയിലുള്ളവർക്കും ഒക്കെ ക്യാപ്സ്യൂൾ നന്നായി പുറത്തിറക്കാനും അതെങ്ങനെ ജനങ്ങളുടെ വായിലിട്ട് വെള്ളം ഒഴിപ്പിച്ച് ഇറക്കണമെന്നും ഒക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. ഇനി പുതിയ ക്യാപ്സ്യൂളുകൾ, ഇപ്പൊ അടൂർ പ്രകാശ് തന്നെയാണ് ഈ പോറ്റിയും അടൂർ പ്രകാശും തമ്മിലുള്ള ബന്ധം എത്ര ദൃഢമാണെന്ന് അറിയാനുള്ള ഫോട്ടോ അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. അതായത് ഇനി ഇതാരും കുത്തിപ്പൊക്കിക്കൊണ്ട് വരണ്ട, ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട് എന്ന് അദ്ദേഹം നാട്ടുകാരെ അറിയിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചോദ്യങ്ങൾ ഒരുപാടാണ്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ടു എന്നുള്ളത് നമുക്ക് മാറ്റി നിർത്താം. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തെ കാണാൻ ഒരുപാട് പേര് വരും. അദ്ദേഹത്തിന്റെ ഈ പല പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. അതിലൊരു പക്ഷേ വരുന്നവർ, മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം സുരക്ഷ വളരെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇറങ്ങുമ്പോൾ 42 വാഹനത്തിന്റെ അടിപടിയോടെയൊക്കെ അദ്ദേഹം ഇറങ്ങുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം വരുമ്പോൾ, അദ്ദേഹത്തിന് അടുത്ത് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നവർ ആരൊക്കെയാണ് എന്നുള്ളത് അന്വേഷിക്കേണ്ടത് പോലീസും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏജൻസികളും ഒക്കെയാണ്. പക്ഷെ അവർ അന്വേഷിച്ചിട്ടില്ലാതെയാണ് ഒരു പെരുങ്കള്ളൻ, ഒരു കാട്ടുകള്ളനായ ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുത്തതെങ്കിൽ
തീർച്ചയായിട്ടും അത് മുഖ്യമന്ത്രിയുടെ പിന്നെ സുരക്ഷാ ചുമതലയുള്ളവരുടെ വീഴ്ചയാണ് എന്ന് മാത്രമേ പറയാൻ കഴിയൂ. അല്ലാതെ ഒരു പെരുങ്കള്ളൻ, മുഖ്യമന്ത്രി അറിയാതെ ഒരു പെരുങ്കള്ളൻ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്? അപ്പൊ മുഖ്യമന്ത്രിക്കല്ല വീഴ്ച സംഭവിച്ചത്. വീഴ്ച സംഭവിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കാണ്. വരുന്നവൻ ആരാണ്, ഏത് ക്രിമിനൽ കേസിലെ പ്രതിയാണ്, എത്ര പേരെ കൊന്നവരാണ്, ഇവൻ എന്തൊക്കെയാണ് ഇവന്റെ ബാക്ക്ഗ്രൗണ്ട്, പശ്ചാത്തലം എന്നൊക്കെ നോക്കാതെ സാധാരണക്കാരൻ വരുമ്പോൾ, വോട്ടിട്ട് ജയിപ്പിച്ച് സാധാരണക്കാരൻ അടുത്ത് വരുമ്പോൾ കൈവച്ച് മാറ്റി 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 നിർത്തുന്നവർക്ക് പെരുങ്കള്ളനെയും കാട്ടുകള്ളന്മാരെയും സ്വർണ്ണക്കള്ളന്മാരെയും ഒന്നും അടുത്ത് നിർത്താൻ ഒരു കുഴപ്പവുമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഒന്ന്. രണ്ട്, കടകംപള്ളിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധം എന്താണ്? കടകംപള്ളി ആരും അറിയാതെ അന്വേഷണ ഉദ്യോഗസ്ഥർ SIT ചോദ്യം ചെയ്തു. SITയെ സംബന്ധിച്ചിടത്തോളം ആരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചാലും മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നവരാണ് SIT ടീം. അവരപ്പൊ തന്നെ ക്യാമറയും എടുത്ത് മാധ്യമങ്ങൾ വരുമ്പോൾ ഇവര് വരുന്നതും പോകുന്നതും ഇറങ്ങുന്നതും ഇരിക്കുന്നതും ഒക്കെ, അതായത് ഡി-മണിയെ വരെ ചോദ്യം ചെയ്തത് വിളിച്ചു പറഞ്ഞ് ഡി-മണി ചോദ്യം ചെയ്യാൻ ഇരിക്കുന്നത് വരെ സൂം ചെയ്തെടുത്ത് പുറത്തുവിട്ട മാധ്യമങ്ങളുണ്ട് ഇവിടെ. അപ്പൊ അത്രത്തോളമാണ് SIT ഈ മാധ്യമങ്ങളെ വിളിച്ചു പറയുന്നത്, മാധ്യമങ്ങൾക്ക് ഈ വാർത്ത ചോർത്തി കൊടുക്കുന്നതൊക്കെ. പക്ഷേ കടകംപള്ളിയെ ചോദ്യം ചെയ്തതോ കടകംപള്ളിയെ വിളിപ്പിച്ചതോ ഒന്നും SIT പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ അത് 4ാമത്തെ ദിവസം പുറത്തു വന്നു. SITക്ക് എന്തോ സംശയമുണ്ട്, അത് തീർക്കാനായി എന്നെ വിളിച്ചതാണ്, ഞാൻ പോയി ആ സംശയം തീർത്തു കൊടുത്തു എന്ന് വളരെ ലാഘവത്തോടെയാണ് കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത്. കടകംപള്ളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബാംഗ്ലൂരിലെ ഒരു ഹോട്ടലിൽ ഇരുന്ന് വർത്താനം പറയുന്നതിന് ഫോട്ടോകൾ പുറത്തു വന്നു. അത് കഴിഞ്ഞ് അടൂർ പ്രകാശൻ UDF കൺവീനറാണ്. അടൂർ പ്രകാശ്, എനിക്ക് നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയില്ല എന്ന് പറഞ്ഞ അടൂർ പ്രകാശാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നിർമ്മിച്ച വീട്. ഇയാൾക്ക് ഈ വീട് നിർമ്മിക്കാനുള്ള പണം എവിടെ നിന്നുള്ളത് എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു ചോദ്യം. എന്തായാലും അവിടെ നിൽക്കട്ടെ. വീട് നിർമ്മിച്ച ആ വീട് പിന്നെ താക്കോൽ ദാനത്തിന് അടൂർ പ്രകാശൻ എത്തിയത്. അടൂർ പ്രകാശന് നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാൾ ഞാൻ 2 വീട് വെച്ചതാ കൊടുക്കുകയാണ്, അതിന്റെ താക്കോൽ ദാനത്തിന് നിങ്ങളൊന്ന് വരണമെന്ന് പറയുമ്പോൾ ആരാണ് എന്താണെന്ന് അറിയാതെ അടൂർ പ്രകാശൻ ഓടിച്ചാടി അങ്ങ് ചെല്ലുമെങ്കിൽ അത് അടൂർ പ്രകാശന്റെ തെറ്റ് മാത്രമാണ്. കാരണം നിങ്ങൾ UDFന്റെ ഒരു കൺവീനറാണ്, ജനപ്രതിനിധിയാണ്. ഒരാൾ വിളിക്കുമ്പോൾ അയാൾ ആരാണ് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരാൾക്ക് ജനപ്രതിനിധിയായിരിക്കാൻ യോഗ്യതയില്ല. ഇനി ഈ റാന്നി ആ ഭാഗം ശബരിമലയുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. അവിടുത്തെ MP ആണ് ആന്റോ ആന്റണി. ഈ ആന്റോ ആന്റണി എന്തിനാണ് ഈ ഗോവർദ്ധനൊപ്പം പിന്നെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. സോണിയാഗാന്ധി എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ അധ്യക്ഷയാണ്. അവരുടെ ഭർത്താവ് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടതാണ്, കൊലപ്പെടുത്തിയതാണ് അവരുടെ ഭർത്താവിനെ. അവരുടെ അമ്മായിയമ്മയെ കൊലപ്പെടുത്തിയതാണ്. അവർക്ക് Z കാറ്റഗറി സുരക്ഷയുണ്ട്, അവരുടെ മക്കൾക്ക് ഇപ്പോഴും സുരക്ഷയുണ്ട്. കാരണം മകൻ പല തെരഞ്ഞെടുപ്പും പല വിഡ്ഢിത്തരവും പല പിന്നെ എന്താ പറയുക രാജ്യവിരുദ്ധമായ കാര്യങ്ങളും പറഞ്ഞിട്ട് രാജ്യം വിട്ട മലേഷ്യ, ബാങ്കോക്ക്, ശ്രീലങ്ക, കൊളംബിയ അങ്ങനെ പല ഭാഗങ്ങളിൽ പോകുമ്പോൾ CRPF പറയുന്നുണ്ട് നിങ്ങളുടെ ജീവന് ഭീഷണിയുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ പോകുമ്പോൾ 15 ദിവസം മുമ്പെങ്കിലും അത് ഞങ്ങളെ അറിയിക്കണം, ഞങ്ങൾക്ക് അവിടുത്തെ സുരക്ഷാ ഏജൻസിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സുരക്ഷകൾ ഉറപ്പുവരുത്താനാണ്. അപ്പോൾ അത്രമാത്രം സുരക്ഷിതത്വം നൽകുന്ന 3 പേരാണ് പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി. ഏറ്റവും പ്രധാനപ്പെട്ട സോണിയാഗാന്ധിയാണ്. ഈ കഴിഞ്ഞ ഒരു 1-2 മാസങ്ങൾക്ക് മുമ്പ് സോണിയാഗാന്ധി പറഞ്ഞ ഒരു വാചകമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സോണിയാഗാന്ധി പറയുന്നത്, എനിക്ക് അസുഖങ്ങളുണ്ട്, 79 വയസ്സായി, എനിക്കിനി സ്വസ്ഥമായി ജീവിക്കണം, അതുകൊണ്ട് ഞാൻ ലണ്ടനിലേക്ക് പോവുകയാണ്. ഈ ശബരിമല വിഷയമൊക്കെ ഈ കോൺഗ്രസിലേക്ക് വരുന്നതിന് മുൻപ് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ സോണിയാഗാന്ധിയെ കാണാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ പോയി, ആര് കൊണ്ടുപോയി, എന്തിനു പോയി, അവിടെ എങ്ങനെ ഗോവർദ്ധൻ വന്നു, സോണിയാഗാന്ധി ഗോവർദ്ധനും തമ്മിലുള്ള ബന്ധം എന്താണ്, സോണിയാഗാന്ധി ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണ്, ജയറാമും ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണ്? അപ്പോ ഇതൊക്കെ ചോദ്യം ചെയ്യാതെ, ഇതൊന്നും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാതെ പിന്നെ കോൺഗ്രസ് 5 പാരഡി ഇറക്കി സതീശനെ കൊണ്ട് 4 വർത്തമാനവും പറഞ്ഞ് SITയുടെ സമ്മർദ്ദത്തിന് SIT പലരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങുന്നു എന്ന് പറഞ്ഞ് മുട്ടാ ന്യായോ അടിച്ച് സതീശൻ നിന്നിട്ട് കാര്യമില്ല. സതീശ, CPM-നേക്കാൾ കുരുക്ക് വിഴാൻ പോകുന്നത് നിങ്ങൾക്കാണ്. CPM-ലെ പലരും അയ്യപ്പനെ വിൽക്കാൻ കൂട്ടുനിന്നിട്ടുണ്ടാകും, ചിലപ്പോൾ വിറ്റിട്ടുണ്ടാകാം. പക്ഷേ അതൊക്കെ പോയത് എങ്ങോട്ടാണ് എന്നുള്ളത് പറയാനുള്ള ബാധ്യത കോൺഗ്രസിനുണ്ട്. കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവിനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധന് കണ്ടിരിക്കുന്നത്. അതെന്തിനാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാതെ തത്തിക്കളിച്ചിട്ട് ഗിമിക്കുകൾ കാണിച്ചിട്ട് ഒരു പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കിയാൽ നന്ന്.